ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 10 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് അവർ 3 പേരും കൂടി ഭക്ഷണം കഴിക്കുന്നതായിരുന്നു. അപ്പോൾ സീഷോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോയി വിദേശത്ത് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് സീഷോ ജിജിയാൻ്റെ അച്ഛനോടും ലിങ്ങിൻ്റെ അച്ഛനോടും പറയുന്നുണ്ട്. ജിജിയാൻ്റെ അച്ഛൻ സീഷോയോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു, നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ പോയി വിദേശത്ത് പഠിക്കുക എന്നെല്ലാം. സീഷോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ജിജിയാൻ്റെ അച്ഛൻ ഒന്ന് നെട്ടുന്നുണ്ട്. കാരണം ജിജിയാൻ്റെ അച്ഛൻ വിചാരിച്ചു ജിജിയാൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞാലും സീഷോ ഇവിടെ നിന്ന് പോകില്ല. ഇത് സീഷോ വന്ന് ഇങ്ങോട്ട് തന്നെ ഞാൻ വിദേശത്ത് നിന്ന് പഠിക്കാൻ പോവുകയാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ ജിജിയാൻ്റെ അച്ഛൻ ഒരുപാട് വിഷമമാവുന്നുണ്ട്. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ പോയതിനു ശേഷം സീഷോ അവിടെ ഇരുന്ന് ഒരുപാട് കരയുന്നുണ്ട്. കാരണം അവന് വിദേശത്ത് പോയി പഠിക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അവർ എല്ലാവരും പോയോ എന്ന് ഉറപ്പിച്ച് ജിജിയാൻ ആരും കാണാതെ വരുന്നത് സീഷോക്കും ലിങ്ങിനും ഒരു ഗിഫ്റ്റുമായിട്ടാണ്. അവൾ അത് ആരും കാണാതെ റൂമിലേക്ക് പോയി അവിടെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ജിജിയാൻ സീഷോയെ വിളിക്കാൻ പോകുമ്പോൾ അച്ഛൻ അതിലൂടെ വരുന്നുണ്ടായിരുന്നു. സീഷോയെ കണ്ടയുടൻ അച്ഛൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുകയാണ്. ഇതെല്ലാം ജിജിയാൻ നോക്കുന്നുണ്ടായിരുന്നു. ലിങ് ഹോസ്പിറ്റലിൽ ഇരുന്ന് ജിജിയാൻ അയച്ച മെസ്സേജ് എല്ലാം വായിച്ചു നോക്കി സന്തോഷിക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ലിങ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ലിങ്ങിൻ്റെ അമ്മയുടെ ചേട്ടൻ വന്ന് ലിങ്ങിനോട് സംസാരിക്കണമെന്ന് പറയുന്നത്. അവൻ പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, നിങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ നിന്ന് പറയൂ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത്, എനിക്കിനി നിൻ്റെ അമ്മയെ നോക്കി ഇവിടെ നിൽക്കാൻ കഴിയില്ല. നീ അവരുടെ മകനല്ലേ, നീ നോക്ക്, ഞാൻ കുറേ ദിവസമായില്ലേ വന്നിട്ട്, എൻ്റെ ഭാര്യയും മക്കളുമെല്ലാം എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ ഇനി പോവുകയാണ് എന്നെല്ലാം ലിങ്ങിനോട് അവർ പറയുന്നുണ്ട്. അവർ പറഞ്ഞതെല്ലാം കേട്ട് വിഷമിച്ച് ലിങ് അവരോട് ചോദിക്കുന്നുണ്ട്, എന്നെ അമ്മ ചെറുപ്പത്തിലെ ഇട്ടുപോയതാണ്, പിന്നെ നിങ്ങളുടെ കൂടെ എല്ലാം ആയിരുന്നല്ലോ, പിന്നെ എന്താണ് ഇപ്പോൾ എന്നോട് നോക്കാൻ പറയുന്നത് എന്നെല്ലാം ലിങ് ദേഷ്യപ്പെട്ട് അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ലിങ്ങിനോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ഈ കിടക്കുന്നത് നിൻ്റെ അമ്മയാണ്, നിനക്കുള്ള ബന്ധമൊന്നും ഞങ്ങൾക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ അവരെ നോക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നിൻ്റെ അമ്മയെ നോക്കണമെങ്കിൽ നീ സിംഗപ്പൂരിൽ അഡ്മിഷൻ എടുക്ക്, ഇവിടെ നിന്ന് നീ സിംഗപ്പൂരിലേക്ക് പോരെ, എന്നാൽ നിനക്ക് നിൻ്റെ അമ്മയെയും നോക്കാം, അവിടെ നിന്ന് കോളേജിൽ പോവുകയും ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അന്ന് ലിങ്ങിൻ്റെ ബർത്ത്ഡേ ആയതിനാൽ അവൻ്റെ സിസ്റ്റർ അവൻക്കൊരു കേക്കുമായി അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് വിഷമിച്ച് ലിങ് വിചാരിക്കുന്നുണ്ട്, ഇവൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ സിംഗപ്പൂരിൽ അഡ്മിഷൻ എടുക്കാം എന്നെല്ലാം ലിങ് ചിന്തിക്കുന്നുണ്ട്. അതെല്ലാം പറയാനായി അവൻ ജിജിയാൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ കണ്ട് ഓടി വന്ന് ജിജിയാൻ അവൻ്റെ മേലെ കയറി അവർ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. അവരെല്ലാവരും കൂടി സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ ലിങ്ങിന് സിംഗപ്പൂരിൽ അഡ്മിഷൻ എടുത്ത കാര്യം അവരോട് പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവൻ സീഷോയോട് പറയാമെന്ന് വിചാരിച്ച് അവനെ രാത്രി മേലേക്ക് വിളിച്ചു കൊണ്ടുപോയി പറയുന്നുണ്ട്, ഞാൻ സിംഗപ്പൂരിലേക്ക് പോവുകയാണ്, നീ അവരെ നോക്ക്, അമ്മക്ക് തീരെ സുഖമില്ല, അവർക്ക് ഒരാളുടെ സപ്പോർട്ടില്ലാതെ നടക്കാൻ പോലും പറ്റില്ല, ഞാൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നെല്ലാം പറഞ്ഞ് നീ ജിജിയാനെ നല്ലോണം നോക്കണം എന്നെല്ലാം ലിങ് സീഷോയോട് പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് സങ്കടം സഹിക്കാനാവാതെ സീഷോ ലിങ്ങിനെ അടിക്കുകയാണ്. എന്നിട്ട് ലിങ്ങിനോട് സീഷോ പറയുന്നുണ്ട്, നീ മാത്രമല്ല പോകുന്നത്, ഞാനും പോവുകയാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ വിദേശത്തേക്ക് പഠിക്കാൻ, ഞാൻ അവരെ മകനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുമുണ്ട്, ഇതെല്ലാം കൊണ്ട് അവരെന്നെ വിദേശത്ത് പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, നീ മാത്രം ഇവിടെ നിന്ന് പോകണ്ട, ഞാനും പോവുകയാണ്, നമ്മൾ 2 പേരും നന്ദിയില്ലാത്തവരാണ്, ജിജിയാൻ്റെ അച്ഛൻ നമ്മളെ എങ്ങനെ നല്ലോണമാണ് നോക്കിയത് എന്നെല്ലാം സീഷോ ലിങ്ങിനോട് പറയുന്നുണ്ട്. എന്നിട്ട് സീഷോ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് നന്ദിയില്ലാത്തവനെന്ന്,
പക്ഷേ ഇപ്പോൾ നീ കൂടി നന്നില്ലാത്തവനാണെന്ന് എനിക്ക് മനസ്സിലായി എന്നെല്ലാം സീഷോ ലിങ്ങിനോട് പറയുന്നുണ്ട്. സീഷോ പറഞ്ഞത് കേട്ട ഉടൻ ലിങ് സീഷോയെ ഇട്ട് അടിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ അത് തടയാൻ വേണ്ടി ജിജിയാൻ മേലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവർ എല്ലാവരും കൂടി ജിജിയാനോട് കാര്യമെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സങ്കടം വന്ന ജിജിയാൻ താഴെ വന്ന് അച്ഛനോടുമെല്ലാം പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, സീഷോയുടെ കാര്യം എനിക്കറിയാമായിരുന്നു, പക്ഷെ ലിങ്ങിൻ്റെ കാര്യം എനിക്കറിയില്ല മോളെ. എന്നാലും അവർ പോട്ടെ, നല്ലതല്ലേ വിദേശത്ത് പോയി പഠിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ഇങ്ങോട്ട് വരില്ലേ, പിന്നെ എന്താ പ്രശ്നം എന്നെല്ലാം ജിജിയാനോട് ചോദിക്കുമ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, അത് നിന്നെ നോക്കിയിട്ടൊന്നുമില്ലല്ലോ നിന്റെ അമ്മ. അവൻ നിന്നെ ചെറുപ്പത്തിലേ ഇട്ടു പോയതല്ലേ, പിന്നെ അവർക്ക് വേണ്ടി നീ എന്തിനാണ് വിദേശത്തേക്ക് പോയി പഠിക്കുന്നത്, അവരെ നോക്കുന്നത് എന്നെല്ലാം ജിജിയാൻ പറയുമ്പോൾ ലിങ് പറയുന്നത്, എന്തായാലും അവർ എൻ്റെ അമ്മയല്ലേ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാനല്ലേ അവരെ നോക്കേണ്ടത് എന്നെല്ലാം ലിങ് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം പിടിച്ച് ജിജിയാൻ അവിടെ നിന്ന് പോവുകയാണ്. രാത്രി ജിജിയാനോട് സോറി ചോദിക്കാൻ വേണ്ടി ലിങ് അവിടെ വരുമ്പോൾ ജിജിയാൻ അവിടെ ഇരുന്ന് കരയുന്നതാണ് ലിങ് കേൾക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം സീഷോയും അവിടേക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ജിജിയാനെ വിളിച്ച് സോറി എല്ലാം പറയുന്നുണ്ട്. എന്നിട്ടും ജിജിയാൻ നോക്കാത്തത് കാരണം അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. അവർ പോയതിനു ശേഷം അവർ പോകുന്നതും എല്ലാം നോക്കി ജിജിയാൻ അവിടെ നിന്ന് കരയുകയാണ്. അന്ന് രാത്രി തന്നെ സീഷോ ജിജിയാൻ്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പോകുന്നതിൽ അച്ഛന് ഒട്ടും സങ്കടമില്ലേ എന്നെല്ലാം സീഷോ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത്, നീ പോയിക്കോ, നീ വിദേശത്ത് പോയി നല്ലതായി പഠിച്ച് ഇവിടേക്ക് വരാനല്ലേ നീ പോകുന്നത്, അതിന് ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്, നീ പഠിച്ച് വലിയ ഒരാളായി ഇവിടേക്ക് തന്നെ വരണം. അപ്പോൾ സീഷോ പറയുന്നുണ്ട്, ഞാൻ ഇവിടേക്കല്ലാതെ വേറെ എവിടേക്കാണ് അച്ഛൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. രാവിലെ ആയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരാതെ ജിജിയാനെ വിളിക്കാൻ പോയപ്പോൾ ജിജിയാനെ അവിടെ ഒന്നും കാണാതായി. അച്ഛൻ ജിജിയാനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിജിയാൻ പറയുന്നത്, ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയതാണ്, വെക്കേഷൻ എല്ലാമല്ലേ, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ലിങ്ങും സീഷോയും പോകുന്നത് നിനക്ക് കാണണ്ടേ മോളെ. അപ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, എനിക്ക് കാണണ്ട. എന്താണ് പ്രശ്നം ഒന്നും അറിയാതെ ലിങ്ങിൻ്റെ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ലിങ്ങിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സീഷോ നിൻ്റെ മുഖത്ത്. അപ്പോൾ നോക്കുമ്പോൾ ലിങ്ങിൻ്റെ മുഖത്തും എന്തോ ഒരു അടി ഉണ്ടാക്കിയ പാടുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്ത്. ലിങ്, നീ ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോഴത്തിന് അടിയെല്ലാം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിജിയാൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ അവരെ വഴക്കൊന്നും പറയണ്ട, എന്താ കാരണമെന്ന് ലിങ് പറഞ്ഞു തരും. അപ്പോൾ ലിങ് പറയുന്നുണ്ട്, ഞാൻ വിദേശത്ത് പോയി പഠിക്കാൻ പോവുകയാണ്, അമ്മയുടെ കൂടെ നിൽക്കാൻ പോവുകയാണ്. അവർ എന്നെ അതിനായി നിർബന്ധിക്കുന്നുണ്ട്. അമ്മക്ക് നടക്കാനൊന്നും സാധിക്കില്ല, അതുകൊണ്ട് അവിടെ ഇരുന്ന് പഠിച്ച് അവരെ നോക്കാൻ വേണ്ടിയാണ് എന്നോട് പറയുന്നത്. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന ലിങ്ങിൻ്റെ അച്ഛൻ അവരെ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് സെൽഫിഷാണ്, എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. എൻ്റെ മകൻ്റെ ഭാവി നോക്ക്, അവൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ എന്താകും എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, അവൻ്റെ അമ്മയല്ലേ, അവൻ തന്നെ നോക്കട്ടെ, എനിക്ക് നോക്കാനൊന്നും കഴിയില്ല, എനിക്കൊരു കുടുംബമുണ്ട് എന്നെല്ലാം കേട്ട് ലിങ്ങിൻ്റെ അച്ഛൻ കോൾ വെക്കുന്നുണ്ട്. എന്നിട്ട് ലിങ്ങിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അവർ അന്നും സെൽഫിഷാണ്, ഇന്നും സെൽഫിഷാണ്. എനിക്കറിയാമായിരുന്നു ഇവനെ അവിടെ കൊണ്ടുപോയാൽ എങ്ങനെയെങ്കിലും അവരുടെ കൂടെ നിർത്തിക്കാനുള്ള വഴിയെല്ലാം അവർ നോക്കുമെന്ന് ലിങ്ങിൻ്റെ അച്ഛൻ എല്ലാവരോടും പറയുന്നുണ്ട്. എന്നിട്ട് ലിങ്ങിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ലിങ്ങിനോട്, നീ സിംഗപ്പൂരിൽ അഡ്മിഷൻ എടുത്തത് ട്രാൻസ്ഫർ ഒന്നും ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ലിങ്ങിനോട് ചോദിക്കുന്നുണ്ട്. ലിങ് പറയുന്നുണ്ട്, അതിനൊന്നും സാധിക്കില്ല അച്ഛ, അവിടെ ഞാൻ അഡ്മിഷൻ എടുത്തു പോയില്ലേ, ഇനി അവിടെ തന്നെ പഠിക്കാൻ പറ്റുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. ലിങ് റൂമിലേക്ക് പോയി അവൻ്റെ ബുക്ക് എടുക്കാൻ കബോർഡ് തുറന്നു നോക്കുമ്പോഴാണ് അവന് ജിജിയാൻ കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടുള്ള ഷൂ അവൻ കാണുന്നത്. അത് കണ്ട് ലിങ് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ സീഷോ അത് എടുത്തു നോക്കുമ്പോഴാണ് സീഷോയോട് ജിജിയാൻ പറയുന്നതായി അതിലവൾ ഒരു നോട്ട്സും വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ സീഷോയോട് പറയുന്നുണ്ട്,
നീ പോയാൽ എൻ്റെ അഴുകിയ ഷോക്സ് എല്ലാം ആര് കഴുകും? നീ പഠിച്ചു കഴിഞ്ഞ് വേഗം പോരും ചേട്ടാ എന്നായിരുന്നു അതിൽ ലെറ്റർ. ഇതെല്ലാം കണ്ട് സങ്കടമായി സീഷോ അവിടെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 10th എപ്പിസോഡിൽ ഉള്ളത്.